ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈ സെൻട്രലിലാണ്. ഞങ്ങൾ ചെന്നൈ സെൻട്രലിന് അടുത്തായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് വന്നതാണ്. ഒരു മലയാളി ഹോട്ടലാണ്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. രാവിലെ തന്നെ ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ ചെന്നൈയിൽ എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ടി നഗർ അല്ലേ. ടി നഗർ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് നെയിം ത്യാഗരായ നഗർ എന്നാണ്. അത് ഹിസ്റ്ററിക്കലി അത് ഉള്ളത് നമ്മുടെ ഈസ്റ്റ് മാമ്പലത്താണ്. നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മൾ മാമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങുക. അവിടെ നിന്ന് നടക്കാനേ ഉള്ളൂ. ഒന്ന് വീണേക്കുന്ന വീഡിയോ വൈറലാവും. ഷിബിയെ ചെന്നൈയിൽ നമുക്ക് ട്രാവലിങ്ങിന് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ട്രെയിനാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഒരു ട്രെയിൻ പോയി വിത്തിൻ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ അടുത്ത ട്രെയിൻ വരും. അങ്ങനെ ലോക്കൽ ട്രെയിൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിംഗ് ഇവിടെ വളരെ ഈസിയാണ്. കോടമ്പക്കം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് മാമ്പലമാണ്. ഞങ്ങൾ മാമ്പലത്ത് ഇറങ്ങി നമ്മൾ ടി നഗറിലോട്ട് പോവാണ്. ടി നഗർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ഷോപ്പിങ്ങിൽ തന്നെയാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പം നമ്മൾ മിഠായിത്തെരുവില്ലേ, മിഠായിത്തെരുവിൽ ഒരു 10 ഇരട്ടി ഉണ്ടായിരിക്കും ഇവിടെ. കാരണം ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തന്നെ പറയാം. ചെന്നൈ ടി നഗറിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വമ്പിച്ച വിലകളും വമ്പിച്ച ഓഫറുകളുമായി പല പല കടകളും അവിടെ. വില കൂടിയതും വില കുറഞ്ഞതുമായ ഒരുപാട് ഓഫറുകൾ. മുട്ടായി തെരുവിന്റെ 2 ഇരട്ടി, 3 ഇരട്ടി, 4 അത്ര ഇരട്ടി കടകളുണ്ടാവും. 10, 15, ഒരു 12 ഇരട്ടി ഇങ്ങനെയുണ്ട്. കള്ളാൻ ശിവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സാരീസും അതുപോലെ തന്നെ ജ്വല്ലറീസും ആണ്. ഒത്തിരി വെറൈറ്റീസും അതുപോലെ തന്നെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഈ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടായിരിക്കും സൈഡിൽ. അത് കൂടാണ്ട് തന്നെ വലിയ വലിയ ഷോറൂംസ് ഉണ്ട്. ശരവണ അങ്ങനെ വരുന്ന ഒത്തിരി ഷോറൂംസ് വരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് ആടി സെയിൽ അതുപോലെ തന്നെ ഓരോരോ ഇവർക്കൊരു സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ വന്നത് ഓഫർ സീസണൊന്നും അല്ലായിരുന്നു. എന്നാലും നമ്മൾ ഈ എന്താ പറയുക, ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഒത്തിരി കുഞ്ഞു ഷോപ്പുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ എന്താ പറയുക, വീട്ടിൽ വേറെ എന്തും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഡ്രസ്സും അതിനൊക്കെ വില കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാഗുകൾ, സ്കൂൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാദ്യം ഒരു റേറ്റ് നമ്മളടുത്ത് പറയും, ഒരു കൂടുതലായിരിക്കും അത് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് റേറ്റിനേക്കാളും ഒരു 3 ഇരട്ടി കൂടുതൽ അവർ പറയും. അതിനുശേഷം നമ്മളത് സംസാരിച്ച് കുറയ്ക്കണം. അവരെന്തായാലും കുറച്ച് തരും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറച്ചൊരു സ്കില്ലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നല്ല കുറഞ്ഞ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പറ്റും. അടുത്ത നമ്മൾ ശരവണയിലേക്ക് കയറുന്നത് ശരവണ സ്റ്റോർ. പാഷിയ സ്റ്റിക്കേഴ്സ് ആണ്. വേണ്ടത് ക്രയോൺ ആണ്, കളറാണ്. മൈക്കർ എവിടെയാണ്? എല്ലാതരം റബ്ബറുകൾ എന്തൊക്കെയോ ഉണ്ട്. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി എല്ലാ സാധനം. Actually, good timber in the number. Actually, better.
ആരോ ഡാൻസ് ഡാൻസ് உங்க வீட்டுல போன் பண்ணி சொன்னாங்க ഒരു 250-300 രൂപ ഇത്ര എല്ലാം സാരികളാണ്. 250-400-600 രൂപയുടെ സാരികളാണ് ഇതൊക്കെ. എല്ലാത്തിനും വിലക്കുറവ്. എല്ലാത്തിനും വിലക്കുറവ്. നീ വമ്പിച്ച സിൽക്സ് വേണമെങ്കിൽ 2500 മുതൽ 5000 രൂപയുടെ സാരികളാണ്. ചേച്ചി കഥ 5 എടുത്തിട്ടാ നിക്കണേ. നമ്മൾ ശരവണ സിൽക്സിലാണ് നിൽക്കുന്നത്. ശരവണ 10,000 രൂപ. ചേച്ചിയെ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. ഒക്കെ അച്ഛൻ പൈസ കൊടുക്കും. എന്ത് വേണമെങ്കിലും ഒക്കെ ചിഞ്ചോണം പൈസ. എല്ലാം അച്ഛൻ്റെ വക. പെരിയ ബ്ലോഗർ ഇവിടെ. മാമ്പഴം. ഞങ്ങളിപ്പോ മാമ്പഴത്തിലേക്ക് എടാ മാസത്തിലൊരിട്ടം ഇവിടെ ഉത്പാദന അടിയിലൊക്കെ ഫുൾ കടലാണ്. ഇതൊരു വലിയൊരു ഷെയർ മൊത്തം കടകളാണ്. നമ്മൾ ചെന്നൈ സിൽക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെന്നൈ സിൽക്സിലെത്തി. യെസ് ഗായ്സ്, നമ്മൾ ഒടുവിൽ എത്തിയിരിക്കുകയാണ്. പാപ്പനൊക്കെ റെഡിയാണ്. എല്ലാവരും പവറാണ്. വർത്താനം പറയുന്നില്ലോടാ. വമ്പിച്ച വിലക്കുള്ള എല്ലാ സാധനങ്ങളുണ്ട്. തമ്പി ഇത് വേണമാ? എന്താ സിയാക്ക് ഇത് വേണമാ? എന്തെടുക്കണേ? ഇത് വേണമാ? സദൃശ്യം ഇവിടെ അത് വാ. ഇത് വാ. എല്ലാവരും ഇത് വേണമാ? ഇത് വേണമാ? അതിനകത്ത് വിലകുറവുണ്ടാ? 65 റുപ്യ. അത് കാണിക്കാം. ഇത് മൊത്തം വേണമാ? സിയൊക്കെ കുറച്ച് ഹെവി ആയിക്കോട്ടെ. ഇതെന്താ മിക്സ് ചെയ്യാം അടിയിൽ ഫാനൊക്കെ. ഇത് ഇത്തരം മിക്സി ആണെന്ന് തോന്നുന്നു. ഞാൻ തമ്പി അത് മിക്സി അല്ലേ കടയാ തമ്പി. സുമ്മാ പോട്ടിട്ടാണ്. ഞാൻ തമ്പി இப்படி பண்றீங்க. അതാ പൈച്ച മതി. ഇതിങ്ങനെ ആക്കണോ അല്ലേ? അതിങ്ങനെ അടിച്ചണോ? ജ്യൂസ് അടിച്ചു കുടിക്കാ മതിയോ? തിരിഞ്ഞാഞ്ഞ് എസ്കലേറ്റർ ചെന്നൈയില്. நாங்க இப்போ எஸ்கலேட்டர்ல போக போறீங்க. அம்மா இல்ல அம்மி. ചെന്നൈ 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 ശരവണ ചെന്നൈ. ഇത് മാളല്ല, நாம இப்போ ഇതൊരൊറ്റ எஸ்கலேட்டர்ல போறோம். ഒറ്റ കടയാണ്. മാളിന്റെ പോലത്തെ ഒരു സെറ്റപ്പുള്ള ഫുൾ കട.
இங்கே நிறைய கடையில் இந்த மாதிரி தான் இருக்கும். நம்ம வந்து இனிமே ஃபுல்லா தமிழ் தான் நாங்க பேச போறோம். ஃபுல்லா தமிழ்ல தான் இருக்கும். ഫുള്ള് തമിഴാണ് இதெல்லாம் நம்ம கீழே விழுந்துடாதா. ப்ளஸ் மெட்டீரியல்ஸ் கிடைக்கிறது எல்லாம் 400 500 ஸ்கூட்டருக்கு ஃப்ரீயாக கொடுப்பாங்க. இது ஒரு வாங்கினா அந்த இது ஃப்ரீயாக கொடுப்பாங்க. ഷിവിട്ടിയുടെ മോനാ ഷിവിട്ടി ആ കുഞ്ഞാവിനെ കൊണ്ട് പോയതാ. ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഷോപ്പിങ്ങിലുള്ളായിരുന്നു. ഒന്നും വാങ്ങണില്ല. എത്ര രൂപ ഉണ്ടോ? എത്ര രൂപ? 20,000 രൂപ. എന്തിനാ എത്ര രൂപ ഉണ്ടാവും? ഇതൊരു 5,000 രൂപ. 20,000 5,000 ആവറേജ്. ഒരു 15,000 രൂപ. മെഷീൻ ഫീൽഡ് ഉണ്ടോ? ഹാൻഡ് മെയ്ഡോ? അല്ല ഞാൻ കൈയ്യടി പറഞ്ഞു മോനെ അതിൽ വന്നില്ല. എനിക്ക് മോൻ്റെ മോള് അറിയില്ലല്ലോ. എൻ്റെ മോളാണ് പർച്ചേസ് കഴിഞ്ഞ ചെയ്യേ. ഓക്കെ ഡ്രസ് വാങ്ങാൻ പറ്റും. എടി കഴിഞ്ഞ് വീട്ടിൽ പോവാ മതി. എൻ്റെ ഒന്നും വാങ്ങിട്ടില്ല. ഞാൻ പോയോ? ഞാൻ വില കണ്ടു 39,000. താഴേക്കല്ലേ? Oh, who's that? Who's that? Tara. அதென்ன பட்டதேனில இங்க எந்த பே பண்ணிடலாமா? இங்கே பே பண்ணி கையில வாங்கிட்டு போயிடலாம். ஓகே. ഇതൊക്കെ എടുത്താ? മറ്റേതാണ് വെറൈറ്റി. ചോറ്
ഷിമോലെ ഹലോ ഹലോ. ഏകദേശം ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ്. ടി നഗറിൻ്റെ ഒരു 50% മാത്രമേ ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരു 50%ഓളം തന്നെ കവർ ചെയ്യാനുണ്ട്. കാരണം അത്രയ്ക്ക് നമുക്ക് കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ടൈമും ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ടൈർഡും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സിയമൊക്കെ പുറത്തുനിന്നായതുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ റൂമിൽ പോയിട്ട് വേണം എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.